നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നാം ഇപ്പോൾ 9-ാമത്തെ പേജിൻ്റെ ആദ്യത്തെ ഒരു വാക്യം ആണ് ചിന്തിച്ച് അവസാനിപ്പിച്ചത്. 3 പ്രധാന തലക്കെട്ടുകൾ കഴിഞ്ഞു. ഇനി 4-ാമത്തേത്, ഇനിയുള്ളത് കുറേ സിമ്പിളാണ്, എങ്കിലും ക്രിസ്തു ദൈവമാണെന്നുള്ളത് ഞാൻ അല്പം കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അല്പം ക്രിസ്റ്റോളജിയും കൂടെ ചേർത്തിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ മാസം ക്രിസ്റ്റോളജി പഠിച്ചതുകൊണ്ട് ഇത് കുറേ എളുപ്പമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അടുത്ത പിതാവ് ദൈവമാണ്. അത് ഒരു തർക്ക വിഷയമല്ല, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പിതാവ് ദൈവമാണ്. 9-ാമത്തെ പേജാണ്. എല്ലാവരും നോട്ട്സ് എടുത്തല്ലേ? നോട്ട്സ് നോക്കുക. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാന്നേ ഉള്ളൂ. അതിന് ഒരു 4 വാക്യങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിതാവ് എന്നുള്ള പദം, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന പദങ്ങളൊക്കെ പുതിയ നിയമത്തിലാണ് നാം കാണുന്നത്. പഴയ നിയമത്തിൽ 1-2 ഭാഗങ്ങളിലേ ഉള്ളൂ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ചിരിക്കുന്നത്. യോഹന്നാൻ 6:27 നോട്ട്സ് നോക്കിയാൽ മതി. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. മനുഷ്യപുത്രൻ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദൈവം, നമ്മുടെ തലക്കെട്ട് എന്താണ്? ഫാദർ ഈസ് ഗോഡ്. പിതാവ് ദൈവമാണ്. ഇവിടെ പിതാവായ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 1:3 മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി. അതിൽ തന്നെ പിതാവും ദൈവവും വരുന്നുണ്ട്, തീർന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 1:3 പിതാവായ ദൈവം. മലയാളം വായിക്കാൻ അറിയാം? ഇംഗ്ലീഷാണോ? യു പ്രിഫർ ഇംഗ്ലീഷ്? ബൈബിൾ ഇംഗ്ലീഷാണല്ലേ? ഓക്കെ. അത് ഇംഗ്ലീഷ് വേണ്ടവർ ഇംഗ്ലീഷും കൂടെ നോക്കുക. ഞാൻ രണ്ടും മലയാളം ഇംഗ്ലീഷും കൂടെ പറയാൻ പറ്റുകയില്ല, റെഫറൻസ് ഉണ്ടല്ലോ. ഗലാത്യർ 1:1 മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. സഹോദരനായ പൗലോസും ഈ വാക്യത്തിൽ ദൈവത്തെ പിതാവെന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ഒരു ഇക്വാലിറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. പൗലോസ് എന്താണ് പറയുന്നത്? പൗലോസിനെ ആരാണ് അപ്പോസ്തലനാക്കിയത്? ഞാൻ എങ്ങനെയാണ് അപ്പോസ്തലനായത്? യേശു ക്രിസ്തുവിനാലും പിതാവായ ദൈവത്താൽ. ആ 2 പേരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. പൗലോസിന്റെ അപ്പോസ്തലത്വത്തിൽ 2 പേരും ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അവർ തൃത്വത്തിന്റെ ഭാഗമായിരിക്കണം. അവർ 2 പേരും ദൈവമായിരിക്കണം. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനെ ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അങ്ങ് നീണ്ടുപോവുകയാണ്. അവിടെ വാസ്തവത്തിൽ തൃത്വത്തിലെ 3 ആളുകളെയും കാണാം. എന്നാൽ നമ്മുടെ ഹെഡിങ് എന്താണ്? പിതാവ് ദൈവമാണ്. അതിവിടെ വരുന്നുണ്ട്, പിതാവായ ദൈവത്തിന്റെ. വീണ്ടും ധാരാളം വാക്യങ്ങളുണ്ട്. ഞാൻ ചിലതൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സമയം വേർതിരിച്ച് അത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതാണ് ഞാൻ അല്പം കൂടുതൽ സമയമെടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. പുത്രൻ ദൈവമാണ്. കാരണം പിതാവ് ദൈവമാണെന്നുള്ളതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അതിനെ യഹൂദന്മാരും ചോദ്യം ചെയ്യുന്നില്ല, യഹോവ സാക്ഷികളും ചോദ്യം ചെയ്യുന്നില്ല, ആർക്കും തർക്കമില്ല. പുത്രൻ ദൈവമാണെന്ന് പറയുമ്പോഴാണ് പലരും അതിനോട് വിയോജിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അത്രയും പ്രാധാന്യം കൊടുത്ത് ഒരു 14 റെഫറൻസസ് എഴുതിയിട്ടുള്ളത്. പുത്രൻ പിതാവിന് തുല്യനാണെന്നും ദൈവമാണെന്നും തനിക്ക് കൊടുത്തിരിക്കുന്ന പേരുകളാലും തൻ്റെ ഗുണവിശേഷങ്ങളാലും തൻ്റെ പ്രവൃത്തികളാലും തെളിയുന്നു. പുത്രൻ ദൈവമാണെന്നുള്ളതിന് പേര് മാത്രം പറഞ്ഞാലും മതി, പക്ഷെ അല്പം കൂടെ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്. തൻ്റെ പ്രവൃത്തികൾ തെളിയിക്കുന്നു, തൻ്റെ ഗുണവിശേഷങ്ങൾ, ആട്രിബ്യൂട്ട്സ്, ഇതെല്ലാം പുത്രൻ ദൈവം തന്നെയാണെന്ന് തെളിയിക്കുന്നുണ്ട്. യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം ക്രിസ്തുവാണെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? വചനം ക്രിസ്തുവാണെന്ന് നമ്മളങ്ങ് പറയുന്നു. എന്താണ് തെളിവ്? 1:1 ഈ വചനം ആരാണെന്ന് പറയുന്നില്ല, പിന്നെ ക്രിസ്തുവാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? അത് ഇവിടെ എഴുതിയിട്ടില്ല, വേണമെങ്കിൽ ചേർത്ത് എഴുതിക്കോണം. 1:14 കൂടെ അങ്ങ് ബ്രാക്കറ്റിലിട്ടോ. ഈ വചനം ക്രിസ്തു തന്നെയാണ്. 1:14 എന്താണെന്ന് വായിക്കുന്നത്? വചനം ജഡമായി തീർന്നു എന്ന് നാം വായിക്കുന്നു. ഈ വചനമാണ് ജഡമായി തീർന്നത്. നമുക്കറിയാം, എങ്കിലും ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. വചനമെന്നല്ല ഉള്ളൂ, ഇത് ക്രിസ്തുവാണെന്ന് ആര് പറഞ്ഞു? ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ
ആയിരുന്നു. അവസാന ഭാഗം ശ്രദ്ധിക്കുക. വചനം ദൈവം ആയിരുന്നു. വചനം ദൈവം ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഡേറ്റി ഉണ്ട്. ആദ്യത്തേത് പ്രീ എക്സിസ്റ്റൻസ് ആണ്, ആദിയിൽ ഉണ്ടായിരുന്നു. രണ്ടാമത് വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, കോ എക്സിസ്റ്റൻസ്. അപ്പോൾ പിതാവും പുത്രനും വ്യത്യസ്തരായ രണ്ട് ആളുകളാണെന്നുള്ളതും ഈ വാക്യത്തിൽ വ്യക്തമാണ്. ഒടുവിൽ വചനം ദൈവം ആയിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ വാക്യം യഹോവ സാക്ഷികളുടെ ബൈബിളിൽ വചനം ഒരു ദൈവമായിരുന്നു, അല്ലെ ഒരു ദേവനായിരുന്നു ഒക്കെ തിരുത്തിയിട്ടുണ്ട്. ഒരു എന്നൊരു വാക്കൂടെ ചേർത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ എ ഗോഡ്. വാസ്തവത്തിൽ ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെ ഒരു വാക്ക് തന്നെ ഇല്ല. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് അതില്ല ഗ്രീക്കിൽ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അത് ഉണ്ട്. പക്ഷെ അത് ഈ വചനം ദൈവം ആയിരുന്നു എന്ന ആ വചനത്തിന് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ദ വേർഡ് വാസ് ഗോഡ്, അങ്ങനെയാണ് കൃത്യമായി തർജ്ജമ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയാറില്ല. ഒരു നാമത്തിൻ്റെ കൂടെ ചേർത്ത് ഈ ദി ചേർക്കുന്നത് മലയാളത്തിൽ അത്ര ശരിയാകത്തില്ല. അല്ലെങ്കിൽ ആ വചനം എന്ന് തർജ്ജമ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവരത് തിരുത്തിയേക്കുവാണ്. പിന്നെ വചനം ഒരു ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അപ്പോൾ എത്ര ദൈവങ്ങളുണ്ടെന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട്. യഹോവസാക്ഷികൾ പഠിപ്പിക്കുന്നത് ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ വചനം ഒരു ദൈവമായിരുന്നെങ്കിൽ പിന്നെ എത്ര ദൈവങ്ങളുണ്ട്? അതിനൊരു ഉത്തരം പറയാൻ. അപ്പോൾ അങ്ങനെ വചനം തിരുത്തുന്നവരുണ്ട്. ഞാൻ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞു തന്നേ. റോമർ 9:5, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യൻ. ആരാണ് അവൻ എന്ന് പറയുന്നത്? ആരാണ്? ക്രിസ്തു. അവൻ സർവത്തിനും എല്ലാവർക്കും മീതെയുള്ള ദൈവമാണ്. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ക്രിസ്തുവിനെ ആരാധിക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ചെറിയ ഒരു ദുരുപദേശം കേരളത്തിലും തുടങ്ങി. പക്ഷെ ആദ്യം ആരും ഏറ്റുപിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങ് വിലപ്പെട്ടില്ല. ക്രിസ്തുവിനെ ആരാധിക്കുന്നത്, പിതാവിനെ മാത്രമേ ആരാധിക്കാവെന്ന് ചിന്തിക്കുന്ന കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്താണ് തുടങ്ങിയത്, അതുകൊണ്ടാണ് എനിക്കറിയാവുന്നത്. പക്ഷെ പിന്നെ അധികം ആരും ഏറ്റുപിടിക്കാനുണ്ട്. പിന്നെ അങ്ങ് ഡൈ ഡൗൺ ചെയ്തു. പിന്നെ തമിഴ്നാട്ടിലോട്ട് പ്രേരിച്ചു എന്നൊക്കെ കേട്ടു. പോട്ടെ, എല്ലായിടത്തും ആളുകളുണ്ടല്ലോ. അതുപോലെ ക്രിസ്തുവിനെ പിതാവിനെ മാത്രമേ ആരാധിക്കുള്ളൂ. വാക്യം എന്താണ്? യോഹന്നാൻ 4:24. കർത്താവ് പറഞ്ഞല്ലോ, ദൈവം ആത്മാവെന്നും അവനെ ആരാധിക്കുന്നവർ ആത്മാവസത്തിൽ ആരാധിക്കണം. പിതാവിനെ ആരാധിക്കുന്ന ഒരു വാക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് പിതാവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ, വേറെ ആരെയും ആരാധിക്കരുത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഇതെന്താ എഴുതിയിരിക്കുന്നത്? അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ആരാധന സ്വീകരിച്ചു, ഇന്നും ആരാധന സ്വീകരിക്കുന്നുണ്ട്. എന്നും കുറെ കാലത്തെ ക്രിസ്തുവിനെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ അപകടം എന്താണെന്ന് അറിയാമോ? നാം അറിയാതെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുകയാണ്. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിക്കണം. നമ്മൾ അത്രയും ചിന്തിച്ചുകൊണ്ടായിരിക്കില്ല അന്ന് ആ സഹോദരൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉണ്ട്, ദൂരവ്യാപകമായ ദോഷഫലങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കേറെ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ വിഷയമല്ല. വേണമെങ്കിൽ അങ്ങ് എഡിറ്റ് ചെയ്യണം കേട്ടോ. ശരി, അടുത്തത് തീത്തോസ് 2:12. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ശ്രദ്ധിക്കുക, ഇത് എന്താണ് എഴുതിയിരിക്കുന്നത്? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. ഇവിടെ പറയുന്ന മഹാദൈവം ആരാണ്? ആണോ അതോ പിതാവാണ്? ഇത് യഹോവസാക്ഷികൾ സമ്മതിക്കത്തില്ല. അവർ പറയുന്നത് മഹാദൈവം എന്നുള്ളത് പിതാവ്, നമ്മുടെ രക്ഷിതാവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ വാക്യം വായിച്ചിട്ട്? അതെങ്ങനെ മനസ്സിലായി? ഇത് വാസ്തവത്തിൽ എനിക്ക് സമയമില്ല. ഇത് ബൈബിൾ കോളേജിലാണ് ഇതിൻ്റെ ഈ വ്യാകരണ നിയമം അനുസരിച്ച് ഇപ്പം ഞാൻ കാണിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതിന് പ്രസക്തിയില്ല. ആ വ്യാകരണ നിയമം അനുസരിച്ചാലും ഇത് രണ്ടും ഒരാളിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിശേഷണ പദമാണ്. രണ്ടും രണ്ട് വ്യക്തികളല്ല. തീർന്നില്ല, നീ വ്യാകരണം ഒന്നും അറിയണ്ട. ഇത് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകുമല്ലോ. അവസാന ഭാഗത്ത് എന്താണ് പറയുന്നത്? തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ആരാണ് പ്രത്യക്ഷനാകാൻ പോകുന്നത്? പിതാവാണോ പുത്രനാണോ? പുത്രനാണ്. ഇവിടെ പറഞ്ഞ പ്രത്യക്ഷയുടെ കാര്യമാണ് പറയുന്നത്. പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ആളിനെയാണ് പൗലോസ് മഹാദൈവം എന്ന് വിളിച്ചിരിക്കുന്നത്. നോക്കുക, നേരത്തെ നാം കണ്ടു 9:5, റോമർ 9:5, അവൻ സർവത്തിനും മീതെ ദൈവമാണ്. ഇവിടെ പറയുകയാണ് മഹാദൈവമാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം?
പുത്രൻ ദൈവമാണെന്നുള്ളത് മഹാദൈവമാണ്, നമ്മുടെ രക്ഷിതാവുമാണ്. അടുത്ത വാക്യം എബ്രായർ 1:8. പുത്രനോടോ, പിതാവ് പുത്രനോട് സംസാരിക്കുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. ഇത് ആരോട് സംസാരിക്കുന്നു? പിതാവ് പുത്രനോടോ. ഇത് നമ്മൾ ഈ ഒരു വാക്യം അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ എഴുതിയിട്ടില്ല. മത്തായി 27:46 എന്താണ്? ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് എന്താണ് പ്രാർത്ഥിച്ചത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവർ സ്ഥിരം ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്. അവർ പറയുന്നത് കണ്ടോ, ക്രിസ്തു ക്രൂശിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എൻ്റെ ദൈവമേ എന്നല്ലേ വിളിച്ചത്. അപ്പോൾ ക്രിസ്തു എങ്ങനെയാണ് ദൈവമാകുന്നത്? ഇതാണ് ചോദ്യം. പുത്രൻ പിതാവിനെ ദൈവമേ എന്ന് വിളിക്കുന്നു, പിതാവ് പുത്രനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇവിടെ നോക്കുക, ദൈവമേ എന്നാ, പുത്രനെ എന്നല്ല. അപ്പോൾ രണ്ടുപേരും തുല്യരാണ്, രണ്ടുപേരും അന്യോന്യം ബഹുമാനത്തോടെ ദൈവമേ എന്ന് വിളിച്ചതിന് തെളിവുകളുണ്ട്. അതുകൊണ്ട് ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പുത്രനോട് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ. അടുത്തത് 1 യോഹന്നാൻ 5:20. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ ആരാണ്? സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ ഈ ഉദ്ധരിച്ച 5 വാക്യങ്ങളിലും യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവം, സർവത്തിനും മീതെ ദൈവം, മഹാദൈവം, പിന്നെ സത്യദൈവം. പിതാവ് പറയാണ് ദൈവമേ. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം യേശുക്രിസ്തു ദൈവമാണെന്നുള്ളത് തെളിയിക്കാൻ? ഇത് തന്നെ മതി. എങ്കിലും ഞാൻ അടുത്ത ഒന്നുകൂടെ ചില കാര്യങ്ങളോട് പറയാം. ഇനിയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. കർത്താവ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ബൈബിളിലെ കർത്താവ് എന്ന് പറയുന്നത് യഹോവയ്ക്കും കർത്താവിന് രണ്ടിനും ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, എബ്രായർ 1:10. കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഇത് ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുവജിന്റ് വേർഷനിൽ നിന്നാണ് പുതിയ നിയമ എഴുത്തുകാരെല്ലാം ഈ പഴയ നിയമം കോട്ട് ചെയ്യുന്നത്, എബ്രായ ഭാഷയിൽ നിന്നല്ല. അതുകൊണ്ടാണ് ഈ കർത്താവ് എന്നുള്ള വാക്ക് വന്നത്. ശരി, ഈ വാക്യം നമ്മുടെ തർജ്ജമയിൽ, ഞാൻ ആ റെഫറൻസ് ഒന്ന് കറക്റ്റ് ചെയ്തോണം, 110 തെറ്റിപ്പോയി. ആ വാക്യത്തിൽ ഇംഗ്ലീഷ് കണ്ടോ? ആൻഡ് യു ലോഡ്, അതിൻ്റെ അവസാന ഭാഗത്ത് സാം 102, 22, 25 എന്ന് എഴുതിയിട്ടുണ്ട്. അത് സോറി 110 എന്നായിരുന്നു, കറക്റ്റ് ചെയ്ത് എല്ലാവരും കണ്ടോ? അത് 102 എന്നാക്കണേ, 110 അത് പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. യഹോവനാണത് കാണിച്ചത്. നിങ്ങൾ ബരോവയിലുള്ളവരെ പോലെയാണ്, എനിക്ക് സന്തോഷമുണ്ട്. അതിനെ ജാഗ്രതയോടെ കൈക്കൊള്ളുക മാത്രമല്ല, അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കാത്ത കാര്യം കൂടെ പരിശോധിച്ച് കറക്ഷൻ പറഞ്ഞതാണ്, പിന്നെന്ത് വേണം. അതുകൊണ്ട് നന്നായി. ഞാൻ എത്രയൊക്കെ തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വേറെ ഉണ്ടെങ്കിൽ അതും കൂടെ എന്നെ അറിയിക്കണം കേട്ടോ. എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഫോൺ നമ്പർ വന്നിട്ട് പോകാം. കാരണം ഇനി ഞാൻ ഫോൺ നമ്പറൊക്കെ സഹോദരന്മാർക്ക് അറിയാം. ഇനി ഞാൻ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ ആ കറക്ഷൻ കൂടെ വരുത്താമല്ലോ, അതിനുവേണ്ടിയാണ്. ഐ അപ്രിഷിയേറ്റ് കറക്ഷൻ. ഓക്കെ, അപ്പോൾ 102-ന്റെ 22, 25 ഞാൻ ഈ 2 വാക്യങ്ങൾ എന്തിനാണ് ഉദ്ധരിച്ചതെന്ന് അറിയാമോ? പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? ബൈബിളിൽ നിന്ന് എടുക്കാം. 102-ന്റെ 25 ഉദ്ധരിക്കുന്നത്. പക്ഷെ അത് 25 മാത്രം വായിച്ചാൽ ഈ അത് 25 മാത്രം വായിച്ചാൽ ഈ കർത്താവ് എന്നുള്ള വാക്ക് അവിടെ വരുന്നില്ല. സെപ്റ്റുവജന്റിലുണ്ട്, പക്ഷെ നമ്മുടെ തർജ്ജമയിലൊന്നും വരുന്നില്ല. പക്ഷെ അത് കർത്താവാണെന്ന് എങ്ങനെ അറിയാം? അതിനുവേണ്ടി 22 കൂടെ വായിക്കും. 22 എന്താണ് എഴുതിയത്? മതി, അത്രയും മതി. യഹോവയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 102-ന്റെ 22 യഹോവ വേണമെങ്കിൽ നോട്ട്സ് എഴുതിക്കൊള്ളണം. ആ യഹോവയെ കുറിച്ച് പറയുമ്പോഴാണ് നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആരാണ് അടിസ്ഥാനമിട്ടത്? യഹോവ. ആ യഹോവയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എബ്രായർ 1:10 എബ്രായ ലേഖനകാരൻ പറയുകയാണ് ഇത് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാണ്. മനസ്സിലായോ? പഴയമൻ നാം വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ യഹോവ ചെയ്ത കാര്യമാണ് പറയുന്നത്. പുതിയമൻ വരുമ്പോൾ പറയുകയാണ് യഹോവേ, അല്ലെ കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, ആകാശത്തിന്റെ കയ്യിലെ പ്രവൃത്തിയാകുന്നു എന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ലിങ്ക് മനസ്സിലായി. ഇത്രയും നേരം നമ്മൾ കണ്ടത് യേശുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ യേശുവിനെ യഹോവ എന്നും വിളിച്ചിട്ടുണ്ട് എന്നാണ് എബ്രായർ 1:10 നാം വായിക്കുന്നത്.
മനസ്സിലായോ? ഇനി അടുത്ത റോമർ 10:9-13 രക്ഷയുടെ ഫോമുലയാണ്. എന്താണ്? യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും. സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് നാം, സുവിശേഷം പറയുന്നവരുമാണ്. ഈ വാക്യം ഒന്ന് ലളിതമായിട്ട് വിശദീകരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. പിന്നെ പറയുന്നുണ്ട്, അത് രക്ഷയ്ക്കായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, പിന്നെ ഏറ്റുപറച്ചിൽ വരത്തുള്ളൂ. എന്താണ് ഈ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെട്ടെന്ന് പറയുന്ന അർത്ഥമുണ്ടല്ലോ, കർത്തൃത്വം നടത്തുന്നവൻ, രാജാവ്. അതൊരു പ്രൈമറി മീനിങ്ങാണ്. എന്നാൽ ദൈവം, അല്ലേ, പഴയ നിയമത്തിൽ ഈ കർത്താവ് ഞാൻ നേരത്തെയും പറഞ്ഞു, എന്ന് പറയുന്നത് പലപ്പോഴും യഹോവയുടെ പേരാണ്. വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മളൊക്കെ യേശുവിനെ സ്വീകരിച്ചതാണ്. എങ്ങനെയാ സ്വീകരിച്ചത്? നമുക്കന്ന് വലിയ പരിജ്ഞാനമൊന്നുമില്ല. ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു പറഞ്ഞാലും ദൈവം അത് അംഗീകരിക്കും. പക്ഷെ ഇനിയെങ്കിലും മനസ്സിലാക്കണം, കേവലം രക്ഷിതാവായി മാത്രം അല്ല നാം അംഗീകരിച്ചത്. പിന്നെ ആരായിട്ടാണ്? അവൻ ദൈവമാണ്, അവൻ രാജാവാണ്. ഈ രണ്ട് ആശയങ്ങളും കർത്താവ് എന്നുള്ള ഒറ്റ നാമത്തിലുണ്ട്. കേവലം രക്ഷിതാവ് മാത്രമല്ല, അവൻ ദൈവമാണ്. ദൈവമായതുകൊണ്ടാണ് അവൻ രക്ഷിതാവായത്. അല്ലെങ്കിൽ ഒരാൾ ക്രൂശിൽ മരിച്ചാൽ ക്രൂശിൽ മരിക്കുന്നവർക്ക് രക്ഷിതാവാകാൻ പറ്റുകയില്ല. അവൻ ദൈവമായതുകൊണ്ടാണ് അവൻ ക്രൂശിൽ മരിച്ച് രക്ഷ സാധ്യമാക്കിയത്. നമ്മൾ സുവിശേഷം വ്യക്തിപരമായിട്ടൊക്കെ പറയുമ്പോഴും കർത്താവ് ക്രൂശിൽ മരിച്ചു അങ്ങ് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് തീരെ ലളിതവൽക്കരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അത് കുറെ കൂടെ ആശയങ്ങളുണ്ട്. യേശു ആരാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അവൻ സാക്ഷാൽ ദൈവമാണ്. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവും കൂടെ ആയിത്തീരണം, അല്ലേ, യജമാനനാകണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാമല്ലോ, ഈ അമേരിക്കയിലൊക്കെ വലിയ വലിയ ക്രൂസേഡുകൾ നടക്കാറുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് വന്ന് കൈപൊക്കി അങ്ങ് പോകുന്നത്. പക്ഷെ പലരുടെയും ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ല. എന്താണ് പ്രധാന കാരണം? യേശുവിനെ കർത്താവായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല, കർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അന്ന് അവിടെ ഒരു ക്രൂസൈഡ് ഏതോ ഒരു സായിപ്പ് നടത്തി. അന്നൊക്കെ ഈ ഒത്തിരി ക്രൂസൈഡ് നടക്കുന്ന കാലം അവിടെ പുത്തിരിക്കണ്ടം മൈതാനത്ത്. അന്ന് അദ്ദേഹം വന്ന് നല്ല പ്രസംഗമൊക്കെ പ്രസംഗിച്ച് അവസാനം രക്ഷിക്കപ്പെടാൻ താല്പര്യമുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് സായിപ്പ് ഒരു വാചകം പറഞ്ഞു കൊടുക്കും. അത് തർജ്ജമക്കാരൻ തർജ്ജമ ചെയ്തു. ഈ വാചകം പറഞ്ഞിട്ട് അങ്ങിരിക്കാം. പറഞ്ഞു കൊടുത്ത വാചകം ഇതാണ്: കൃപയാൽ ഞാനും കർത്താവിൻ്റെ വഴിയിലായി. ഇത്രയും പറഞ്ഞാൽ മതി രക്ഷിക്കപ്പെടാൻ, എളുപ്പമാണ്. കൃപയാൽ ഞാനും കർത്താവിൻ്റെ വഴിയിലായി. അതപ്പം ആൾക്കാരിങ്ങനെ പോയി നിൽക്കുക. മുൻനിരയിൽ നിന്നവരൊക്കെ ഇത് കേട്ടു. കൃപയാൽ ഞാനും കർത്താവിൻ്റെ വഴിയിലായി. മൂന്നാമത്തെ നിര വന്നപ്പോഴത്തേക്ക് കൃപയൊക്കെ പോയി, ഞാനും കർത്താവിൻ്റെ വഴിയിലായി. കുറച്ച് കഴിയുമ്പോഴത്തെ കർത്താവിൻ്റെ വഴിയായി. ഒടുവിലുള്ളതെല്ലാവരും വഴിയിലായി എന്ന് പറഞ്ഞ് പെരുവഴിയിലേക്ക് പോവുകയും ചെയ്തു. രക്ഷിക്കപ്പെട്ടതാണ് അവർ ചിന്തിച്ചേക്കുന്നത്. പറഞ്ഞ വഴിയിലായി. അവർ സത്യം അവരെ വഴിയിലാക്കി, അല്ലേ? ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കരുത് ആരോടും. ഇങ്ങനെ പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നത് നമ്മളാരും ചെയ്യത്തില്ല. എങ്കിലും ഞാൻ പറയുക, ഇങ്ങനെയൊക്കെയാണ് ക്രൂസൈഡുകൾ നടക്കുന്നത്. അവരുടെ കുറ്റമല്ല. അവരെ സത്യം പറഞ്ഞാൽ യേശുവിനെ കർത്താവായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയണം. എൻ്റെ അഭിപ്രായത്തിൽ സുവിശേഷ പ്രസംഗങ്ങൾ പോലും ഒരു പഠനം ആകണം. പഠിപ്പിച്ചിട്ട് വേണം ഒടുവിൽ രക്ഷിക്കപ്പെടാനുള്ള ആഹ്വാനം കൊടുക്കേണ്ടത്. കാര്യമൊക്കെ മനസ്സിലാകണ്ടേ? മനസ്സിലാകാതെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അല്ലേ? വിശ്വാസം കേൾവിയാലാണെന്ന് പറയുന്നു. ഇപ്പോൾ കേൾവി ശരിയായ പഠനം കൂടെ ആകണം. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഓക്കെ, തീർന്നില്ല. യേശുവിനെ കർത്താവ്. ഈ കർത്താവ് ആരാണ്? ഒരു വാക്യം ഉച്ചരിച്ചിട്ടുണ്ട്, റോമർ 10:13. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. പൗലോസ് അതാണ് ഉച്ചരിക്കുന്നത്. പഴയ നിയമത്തിലെ വാക്യമാണ്. യോവേൽ പ്രവചനം 2:32 ഇവിടെ ഉച്ചരിക്കുന്നത്. നേരത്തെ പൗലോസ് എഴുതി കർത്താവിനെ വിളിച്ചപേക്ഷിച്ച രക്ഷിക്കപ്പെടും. അതിന് തെളിവെന്തുവാണ്? പഴയ നിയമത്തിൽ വാക്യമുണ്ട്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവായി അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് പൗലോസ് അർത്ഥമാക്കിയതെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ 13-ാം വാക്യം കൂടെ ഉച്ചരിച്ചിരിക്കുന്നത്, അല്ലേ? 13-ആണോ 12-ആണോ? 13. ശരി. ഈ യോവേൽ പ്രവചനം വായിച്ചാൽ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ പറയുന്നത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നുണ്ട്. മലയാളത്തിൽ ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, യഹോവയുടെ നാമം. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവായത്. അപ്പോൾ യേശുവിനെ കർത്താവായി അംഗീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യേശുവിനെ യഹോവയായി അംഗീകരിക്കുക.
അല്ലെങ്കിൽ ദൈവമായി അംഗീകരിക്കുക. അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. വാസ്തവത്തിൽ യേശു കർത്താവ്, ആ രണ്ടിലെല്ലാം ഉണ്ട്. യേശു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? രക്ഷിതാവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ രണ്ടാശയങ്ങൾ ഞാൻ പറഞ്ഞു. അവൻ രാജാവാണ്, അല്ലെ കർത്തൃത്വം നടത്തുന്നവനാണ്, ദൈവമാണ്. ഈ മൂന്നാശയങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ സുവിശേഷം പ്രഘോഷണത്തിലും വ്യക്തിപരമായ സുവിശേഷ പ്രചരണത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇതാണ്: യേശു ദൈവമാണ്, കാരണം അവനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിച്ച പ്രവചനങ്ങളൊക്കെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുത്തുകാർ വിശദീകരിക്കുകയാണ്. മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർ 8:6. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പലർക്കും പ്രിയങ്കരമായ ഒരു വാക്യമാണ്. അവർ പറയുന്ന ന്യായം ഇതാണ്: പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നല്ലേ പറയുന്നത്. പക്ഷെ തുടർന്ന് വായിക്കത്തില്ല. എന്താണ് താഴോട്ട് വായിക്കുന്നത്? അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടത്. അവൻ തീർന്നില്ല. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. ഏക ദൈവത്തിന് തുല്യനായ, പിതാവിന് തുല്യനായ ഒരു കർത്താവും നമുക്കുണ്ട് എന്ന് അതേ വാക്യത്തിൽ തന്നെ പൗലോസ് എഴുതുന്നു. ഇവിടെ കർത്താവ് എന്നുള്ളതിന് അഡോണായി എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ അഡോണായി എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമമാണ് അഡോണായി. ചിലർ പറയാറുണ്ട് അഡോണായി യജമാനൻ, മാസ്റ്റർ, സർ എന്നൊക്കെ അർത്ഥമുള്ളൂ. അതിന് വേറെ വാക്കുണ്ട്, അതിനല്പം പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. അഡോൺ, അഡോണി എന്നീ വാക്കുകളൊക്കെ ഉണ്ട്. അതാണ് യജമാനൻ. നമ്മൾ ഈ സാർ എന്ന് പറയത്തില്ലേ, അതിന് തുല്യമാണ് അഡോണി. എന്നാൽ ദൈവത്തെ വിശേഷിപ്പിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന പദമാണ് അഡോണായി. അതാണ് ഇവിടെ യേശുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ഏക കർത്താവാണ്. അപ്പോൾ ഏക പിതാവും ഏക കർത്താവും നമുക്കുണ്ട്. അപ്പോൾ അതും യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഊന്നിപ്പറയുകയാണ്. അടുത്ത യോഹന്നാൻ 8:58 ആദ്യം വായിച്ചിട്ട് പിന്നെ 59 നോക്കാം. 58 എന്താണ് നാം വായിക്കുന്നത്? യേശു അവരോട്, അത് ശ്രദ്ധിക്കണം, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ നോക്കിയാൽ, ജീസസ് said to them, most assuredly I say to you, before Abraham was, I am. ശരിയാണ്. ഗ്രാമർ അറിയാവുന്നവരുണ്ടല്ലോ, ഇംഗ്ലീഷ് ഗ്രാമർ അനുസരിച്ച് ശരിയാണ്. ബിഫോർ എബ്രഹാം വാസ്, ഐ വാസ് എന്നല്ല, അങ്ങനെയല്ലേ പറയേണ്ടത്? അതെന്താ കർത്താവിന് ഗ്രാമർ അറിയത്തില്ലായിരുന്നു? എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ശരി, ഇങ്ങനെ കർത്താവ് പറഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പ്രതികരണം എന്തായിരുന്നു അറിയാം. അടുത്ത വാക്യം വായിച്ച് 59. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. എന്തിനാണ് കല്ലെടുത്തത്? ഗ്രാമർ തെറ്റിപ്പോയതുകൊണ്ടാണ് അല്ലേ? ഗ്രാമർ തെറ്റിപ്പോയതുകൊണ്ടാണോ കല്ലെടുത്തത്? എന്താ? അവർക്ക് മനസ്സിലായി. നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, അവർക്ക് ശരിക്കും മനസ്സിലായി. കർത്താവിന്റെ ഭാഷ അവർക്ക് അറിയാം. അവർക്ക് എന്ത് മനസ്സിലായി? ബിഫോർ എബ്രഹാം വാസ് ഐ ആം മീ എന്ന കർത്താവ് പറഞ്ഞപ്പോൾ സ്വയം ദൈവമാക്കുകയായിരുന്നു. ഗ്രാമർ തെറ്റിയതല്ല, കർത്താവ് മനഃപൂർവ്വം പറഞ്ഞതാണ്. അബ്രഹാമിന് മുമ്പേ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നിത്യത്വം തെളിയുകയാണ്. തീർന്നില്ല, ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ചില വാക്കുകളൊക്കെ ഭയങ്കരമാണ്. യോഹന്നാൻ 8:24 ഉണ്ടെന്നും പറയാൻ സമയമില്ല. അവിടെ എല്ലാം ഉണ്ട്. ഈ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സമയത്ത് തന്നെ നിത്യത്വവും ദൈവത്വം എല്ലാം തെളിയിക്കാം. യഹൂദനത് മനസ്സിലാണ്. യഹൂദന്റെ ഭാഷയിലാണ് കർത്താവ് സംസാരിക്കുന്നത്. അവർക്കത് ശരിക്കും മനസ്സിലായി. ശ്രദ്ധിച്ചോണം, യേശുവിനെ കല്ലെറിയാൻ വേണ്ടി യഹൂദന്മാർ കല്ലെടുക്കുന്ന വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിന് മുമ്പ് കർത്താവ് ദൈവത്വത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. വെറുതെ അല്ല കല്ലെടുക്കുന്നത്. ഇവിടെ അതാണ്, അവരെറിയാൻ കല്ലെടുത്തു. കാരണം ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ലേവ്യർ 24:16 അനുസരിച്ച് ദൈവദൂഷണം പറയുന്നവർ എന്ത് ചെയ്യണം? അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. മോശ കൽപ്പന കൊടുത്തത്, വെറുതെ ഒരാൾ ദൈവദൂഷണം പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് കല്ലെറിഞ്ഞു കൊല്ലാൻ അവകാശമൊന്നുമില്ല. നമ്മൾ വടക്കേന്ത്യയിലൊക്കെ കാണുന്നുള്ള ആൾക്കൂട്ടം ചേർന്ന് വെറുതെ നിരപരാധികളെ കൊല്ലുകയാണ്. അതിന് വകുപ്പില്ല. ഒരാൾ ദൈവദൂഷണം പറഞ്ഞു എന്ന് ബോധ്യമായാൽ അത് ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവരണം. അവർ വിസ്തരിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടാൽ മാത്രം ന്യായാധിപനെ വിധിക്കാം, ഈ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലാം. ചുമ്മാ വഴിയെ പോകുന്നവർക്കൊക്കെ നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല. പക്ഷേ ഈ യഹൂദന്മാർ അതാ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് ദൈവദൂഷണം തോന്നിയാൽ ഉടനെ കല്ലെടുക്കും. സ്തെഫാനോസിനെ അങ്ങനെയല്ലേ കല്ലെറിഞ്ഞു കൊന്നത്? ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. എങ്കിലും നമ്മുടെ പോയിന്റ് എന്താണ്? പലരും ചോദിക്കാറുണ്ട്, യേശുക്രിസ്തു ദൈവമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാ പറഞ്ഞത്? യഹൂദന്റെ ഭാഷയിലാണ് പറഞ്ഞത്. അതാണ് വ്യത്യാസം. അയാം എന്ന് പറഞ്ഞപ്പോൾ
ഹി വാസ് ക്ലെയിമിങ് ഹിസ് ഡീറ്റി. അടുത്ത് യോഹന്നാൻ 1:3. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്, ഇത്രയും നേരം പറഞ്ഞൊരു ചുരുക്കം ഞാൻ പറയാം. യേശുവിനെ ദൈവം, മഹാദൈവം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. കർത്താവ്, യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ വായിച്ചപ്പോൾ ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ആശയം കർത്താവ് തന്നെ പറഞ്ഞു. അങ്ങനെ പല നിലകളിൽ തൻ്റെ പേരുകളിൽ കൂടെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തൻ്റെ പ്രവൃത്തികളും ഗുണലക്ഷണങ്ങളുമാണ് പറയുന്നത്. യോഹന്നാൻ 1:3, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സോ എവറിങ് വാസ് ക്രിയേറ്റഡ് ബൈ ഹിം. അവൻ സകലവും സൃഷ്ടിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. കൊലോസ്യർ 1:15 അതിൻ്റെ സൂചനയുണ്ട്. എന്താണ് ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം? സൃഷ്ടിക്കുക, സൃഷ്ടിക്കുക, ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മൾ പര്യായ പദങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നിനെ ഉളവാക്കുന്നതിനെ മാത്രമേ സൃഷ്ടി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. പിശാചിന് കഴിയത്തില്ല, നമുക്കും കഴിയുമോ? ഉദാഹരണത്തിന്, രാവിലെ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുന്നു ഒരു വീട്ടമ്മ. അതിനുശേഷം പറയുമോ, ഞാൻ രാവിലെ അടുക്കളയിൽ 5 ദോശ സൃഷ്ടിച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ പറയുമോ? ഞാൻ 5 ദോശ സൃഷ്ടിച്ച ആരെങ്കിലും ഉണ്ടോ? ദോശ ഉണ്ടാക്കിയെന്ന് പറയും, നമ്മളായിട്ട് ദോശ സൃഷ്ടിക്കാറില്ല. സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ മാത്രം ഗുണവിശേഷം, ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായി. എന്നാൽ ഉൽപ്പത്തി 1 എന്താണ് വായിക്കുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, സകലവും സൃഷ്ടിച്ചത് ആരാണ്? പുത്രനാണ് സൃഷ്ടിച്ചത്. ഇതെങ്ങനെ രണ്ടും കൂടെ ശരിയാകുന്നു? രണ്ടും കൂടെ ശരിയാകണമെങ്കിൽ ദൈവം ത്രിയേകനാകണം. ദൈവത്തിന്റെ ആളത്വത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണം. അടുത്തത് മത്തായി 28:20, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചത്. ഓംനി പ്രസൻസ് അല്ല, എനിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് അങ്ങ് ആക്കിയതാണ്. സർവ്വവ്യാപിത്വം, നേരത്തേത് സൃഷ്ടിക്കുള്ള ശക്തി, 2 സർവ്വവ്യാപിയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ അതിൽ കൂടെ എന്താണ് തെളിയിക്കുന്നത്? ഈസ് ഓംനി പ്രസന്റ്. ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളാണ് സർവജ്ഞാനവും സർവശക്തിയും എല്ലാം. അടുത്തത് എബ്രായർ 1:3, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും സകല തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. അതൊക്കെ വാസ്തവത്തിൽ അല്പം കൂടെ ശാസ്ത്രീയമായിട്ടൊക്കെ പറയാൻ ഞാൻ അത്രയും പോകുന്നില്ല. എന്താണ് എൻ്റെ അർത്ഥം? ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ, ഈ പ്രപഞ്ചത്തിൽ അനേക ഗ്രഹങ്ങളുണ്ട്, സൗരയൂഥങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഭ്രമണപഥത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് കറങ്ങുന്നത്? മനുഷ്യൻ വാഹനം ഓടിക്കുമ്പോൾ എത്ര ആക്സിഡൻസ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ ഭൂമി ഇതിൻ്റെ ഭ്രമണപഥത്തിൽ അതിന് സൃഷ്ടിച്ച നാൾ മുതൽ കറങ്ങിയിട്ട് ഒരു ആക്സിഡൻറ്റും ഉണ്ടായിട്ടില്ല. അതുപോലെ ഭൂമിയെ എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്? ജോബ് 26 കൊടുത്തിട്ടുണ്ട്, അവൻ ഭൂമിയെ നാസ്തിത്വത്തിൽ തൂക്കുന്നു. അത് ശാസ്ത്രം കണ്ടുപിടിച്ചത് ആദ്യ നാളായിട്ടില്ല. ശൂന്യതയിലെല്ലാം നിൽക്കുന്നത് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ശൂന്യതയിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് നിൽക്കുന്നത്? അപ്പോൾ എവിടെയെങ്കിലും ഒരു ഫോഴ്സ് വേണ്ട ഇതിനൊക്കെ നിർത്തണമെങ്കിൽ. ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഇതിനെയെല്ലാം പിടിച്ചു നിർത്തുന്ന ശക്തി ആരാണ്? യേശു ക്രിസ്തുവിന്റെ ശക്തിയാണ്. മനസ്സിലായോ? സകലത്തിന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, അല്ലെ വഹിച്ചു കൊണ്ടുപോകുന്നവനാണ് കർത്താവ്. ശാസ്ത്രത്തിൽ പറയുന്നത് ഒരു ശക്തിയുണ്ട്, ഇതിനെല്ലാം കൂടെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ ഒരു ഫോഴ്സ് ഉണ്ട്. അത്രയൊന്നും അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബൈബിൾ പറയുന്നു ഈ ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശക്തി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിന്ന് പോരുന്നത്. എന്താണത് കാണിക്കുന്നത്? തന്റെ ഓംനിപൊട്ടൻസ്, അവൻ സർവശക്തനാണ്. അടുത്തത് യോഹന്നാൻ 2:24-25, ഒംനീഷ്യൻസ് എന്ന് പറഞ്ഞാൽ സർവജ്ഞാനം. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. എന്താണ് ഈ വാക്യത്തിൽ പറയുന്നത്? യേശു എല്ലാവരെയും അറിയും. തീർന്നില്ല, വിശദീകരിച്ചുകൊണ്ട് മനുഷ്യനിൽ ഉള്ളത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലെ ചിന്തകൾ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്ന്
മീറ്റിങ്ങിന് വന്ന് നമ്മളെല്ലാം ഇങ്ങനെ അടുത്തടുത്ത സീറ്റിലിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്തെല്ലാം കാര്യങ്ങളാണ് ഇത്രയും നേരം ചിന്തിച്ചതെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. മിക്കവാറും എല്ലാ ഞായറാഴ്ച ഒരു അടുത്തടുത്ത സീറ്റിലല്ലേ ഇരിക്കുന്നത്. അറിയാമോ? അറിയത്തില്ല. അറിയാത്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അറിഞ്ഞിരുന്നെങ്കിൽ സഭ പല ഗ്രൂപ്പായി പോകുമായിരുന്നു. അത് ദൈവം അറിയാൻ ഉദ്ദേശിച്ചിട്ടില്ല, അറിയാൻ ശ്രമിക്കുകയും ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ മുഖലക്ഷണമൊക്കെ നോക്കി നമ്മൾ ചിലർക്ക് അറിയാൻ ശ്രമിക്കും. നമ്മളെ സംബന്ധിച്ച് അത് അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവത്തിനറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളും ദുശ്ചിന്തകളും എല്ലാം ദൈവത്തിനറിയാം. അത് അറിയാവുന്നതുകൊണ്ട് അവൻ വിശ്വസിച്ച് അവനെ തന്നെ ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ അറിയാം. എന്തുകൊണ്ട്? അവൻ സർവജ്ഞാനിയായതുകൊണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ച്. പിതാവിനെ കുറിച്ചല്ല, ക്രിസ്തുവിനെ കുറിച്ച്. ഏറ്റവും ഒടുവിലായിട്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എന്താണ്? ഇമ്മ്യൂട്ടബിലിറ്റി, മാറ്റമില്ലായ്മ. തനിക്കൊരു മാറ്റവുമില്ല. ഇങ്ങനെ അനേക വാക്യങ്ങളുണ്ട്. ഇത് സിമ്പിളാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഈ ബന്ധത്തിലൊന്ന് പറഞ്ഞു പോകാം. യോഹന്നാൻ 10:29 മുതൽ 33 എഴുതിയിരുന്നു. 29 ഒന്നെടുത്തേ. ചിലപ്പോൾ യേശുക്രിസ്തു പിതാവിനേക്കാൾ അല്പം താഴ്ന്ന നിലവാരമുള്ള ആളാന്ന് പറയുന്നവർ പലപ്പോഴും 29 ഉച്ചരിക്കാറുണ്ട്. 29 ഒന്നെടുത്തേ. 29 ആദ്യം വായിക്കാം, എന്നിട്ട് പിന്നെ വായിക്കാം. 29 പറയുന്നത്? എൻ്റെ പിതാവ് മതി. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. സോ വാട്ട്? അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഇൻഫറൻസ്? അതുകൊണ്ട് ക്രിസ്തു അല്പം താണവനാണ്, അങ്ങനെ അർത്ഥമുണ്ട്. ഇവിടെയാണ് പശ്ചാത്തലം നോക്കി വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞത്. പശ്ചാത്തലം നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്താണ് അവിടുത്തെ പശ്ചാത്തലം? നമ്മുടെ രക്ഷയുടെ ഭദ്രതയാണ് കർത്താവ് പറഞ്ഞു വരുന്നത്, അല്ലേ? അതറിയണം. 28 മുതൽ നമ്മളെ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. പിതാവിൻ്റെ കയ്യിൽ നിന്ന് സാധ്യമല്ല. കാരണം പിതാവ് എല്ലാവരെക്കാളും വലിയവനാണെന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന സകലരെക്കാളും വലിയവനാണ്. അത് വായിക്കുന്നവര് 30-ാം വാക്യം എന്താണ് വായിക്കാത്തത്? 30-ാം വാക്യത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞത്? ഞാനും പിതാവ് ഒന്നാണ്. തീർന്നില്ലേ? അത് വായിക്കത്തില്ല. ഇതാണ് പലപ്പോഴും ഈ ദുരുപദേശം പ്രചരിപ്പിക്കുന്നവരുടെ ഒരു അടവ്. ഒരു വാക്യത്തിന് പകുതി മാത്രം അവർ ഉച്ചരിക്കുന്നു. അപ്പം ഇത് മാത്രം കേട്ടാൽ നമ്മൾ എന്ത് വിചാരിക്കും? ശരിയാണല്ലോ, ഇങ്ങനൊരു വാക്യം ഉണ്ടല്ലോ. അപ്പോൾ കർത്താവ് അല്പം താഴ്ന്ന ആളാണ്. ആര് വാക്യം ഉച്ചരിച്ചോടെ നമ്മുടെ അടുത്ത് വന്നാൽ അവരുടെ ഭാഗം മുഴുവൻ വായിക്കാൻ പറയണം. മുകളിലും താഴെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പറയണം. ഞാനും പിതാവും ഒന്നാണ്, സാരാംശത്തിൽ ഒന്നാണ്. അതുകൊണ്ട് അവിടെ വലിയവനാകുന്നു എന്ന് പറയുന്നത് നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. അവൻ വലിയവനാണ്. ആ അർത്ഥത്തിലാണ് പറയുന്നത്. തീർന്നില്ല. ഇനി ആ 33-ാം വാക്യം ഒന്ന് വായിച്ച്. അതേ അധ്യായം, യോഹന്നാൻ 10:33. ശ്രദ്ധിക്കുക. യഹൂദന് മനസ്സിലായി. യഹൂദന് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, യു ക്ലെയിം ദാറ്റ് യു ആർ ഗോഡ്. പലരും ചോദിക്കുന്ന ചോദ്യം അതാണ്. കർത്താവ് ദൈവമാണെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാനും പിതാവ് ഒന്നാണെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഞാൻ ദൈവമാണെന്നല്ലേ? യഹൂദനത് മനസ്സിലായി. അതല്ലേ അവൻ്റെ കല്ലെറിയാൻ തുടങ്ങിയത്. നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അനേക വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. ഒരു വാക്യം എഴുതിയിട്ടില്ല, ഞാൻ അതങ്ങ് പറഞ്ഞു പോകാം. യോഹന്നാൻ 14:28 പിതാവ് എന്നേക്കാൾ വലിയവനെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, എന്നേക്കാൾ വലിയവൻ. എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നറിയാമോ? എങ്ങനെയാണ് പിതാവ് പുത്രനേക്കാൾ വലിയവനാകുന്നത്? പുത്രത്വത്തിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ തുല്യരാണെങ്കിലും ശുശ്രൂഷകളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമാണ്. അത് ദൈവത്വത്തിലുമുണ്ട്, സഭയിലുമുണ്ട്, പിന്നെ കുടുംബത്തിലുമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതറിഞ്ഞിരിക്കണം. ദൈവമാണ് ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ തിങ്സ്. കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം ഒരു ക്രമം വെച്ചിട്ടുണ്ട്. ആ ക്രമം നാം പാലിക്കണം. അതുകൊണ്ടാണ് 1 Corinthians 11 ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം, പിന്നെ
സ്ത്രീയുടെ തല പുരുഷൻ എന്നൊക്കെ പറയുന്നത്. അതൊരു ക്രമം വെച്ചിരിക്കുക. അതിനകത്ത് ഇനിക്വാലിറ്റി ഇല്ല കേട്ടോ. ഇന്ന് ഇന്ന് സ്ത്രീ സമത്വവാദമൊക്കെ വളരെ പുരോഗമിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിൽ. ഇവിടെ ഉണ്ടല്ലോ സ്വാധീനം. സ്ത്രീകളെ മോശമാക്കി പറയുന്നതല്ല, സ്ത്രീയും പുരുഷനും എല്ലാം ദൈവസന്നിധിയിൽ തുല്യരാണ്. പക്ഷേ സഭയിലും വീട്ടിലൊക്കെ ദൈവം ഒരു ക്രമം വെച്ചിട്ടുണ്ട്. തൃത്വത്തിലും ആ ക്രമമുണ്ട്. പിതാവാണ് പുത്രനെ ഇങ്ങോട്ട് അയച്ചത്. പരിശുദ്ധാത്മാവിനെ അയച്ചതാരാണ്? പിതാവും പുത്രനും കൂടെ ചേർന്ന് അയച്ചു എന്നാണ് യോഹന്നാൻ 14 മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോട് അതിനകത്ത് ഇൻഫീരിയോറിറ്റി ഒന്നുമില്ല. അത് ദൈവം വെച്ചൊരു ക്രമമാണ്. അപ്പോൾ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ അയക്കുന്നവൻ അയക്കപ്പെട്ടവനേക്കാൾ വലിയവനാണ്. ആ അർത്ഥത്തിൽ മാത്രമാണ് കർത്താവ് യോഹന്നാൻ 14:28 അവസാനം പറയുന്നത്, എന്നെ അയച്ച പിതാവ് എന്നേക്കാൾ വലിയവൻ. അല്ല സാരാംശത്തിലുള്ള വ്യത്യസ്തതയല്ല, ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ്. ഇവിടെ ഇല്ലാത്ത 1-2 വാക്യങ്ങൾ കൂടി ഞാനങ്ങ് പറഞ്ഞതാണ്, പെട്ടെന്ന് എൻ്റെ ഓർമ്മ. എനിക്ക് അതും കൂടെ നോട്ട്സിൽ ചേർക്കാൻ പറ്റിയില്ല. എനിവേ ഞാൻ അല്പം ക്രിസ്റ്റോളജിയും എടുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം എടുത്തപ്പോൾ ഇതെല്ലാം സംശയം ഉളവാക്കുന്ന വാക്യങ്ങളുടെയൊക്കെ മറുപടി പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരാം. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതിന് അധികം വാക്യങ്ങളില്ല, ഒരു വാക്യമാണെങ്കിലും മതി. പക്ഷെ എന്നാൽ ഒരു 3-4 വാക്യങ്ങൾ ഞാനിവിടെ 5 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് തനിക്ക്, അതായത് പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പേരുകളാലും തൻ്റെ ഗുണവിശേഷങ്ങളാലും തൻ്റെ പ്രവൃത്തികളാലും തെളിയുന്നു. ഒന്നാമത്തെ തെളിവ് ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, നമുക്കെല്ലാം അറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 5:3-4. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും. ശ്രദ്ധിക്കുക, 3-ാം വാക്യത്തിൽ എന്താണ് പത്രോസ് പറയുന്നത്? പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചു. എന്നാൽ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എന്താണ് പറയുന്നത്? മൊത്തം വായിക്കുന്നില്ല, സമയം ലാഭിക്കാൻ. എന്താണ് പറയുന്നത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. 3-ഉം 4-ഉം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? എന്ത് മനസ്സിലാക്കാം? പറഞ്ഞു. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആദ്യം പറയുകയാണ് നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. അതേ വാചകം തുടരുമ്പോൾ പത്രോസ് പറയുകയാണ് നീ ദൈവത്തോട് വ്യാജം കാണിച്ചു. പരിശുദ്ധാത്മാവ് ദൈവം അല്ലെങ്കിൽ ഈ വാക്യം ശരിയല്ല. വളരെ വ്യക്തമായൊരു വാക്യം. ഇനിയും പരിശുദ്ധാത്മാവിന്റെ ഗുണലക്ഷണങ്ങൾ പറയുന്ന പല വാക്യങ്ങളുണ്ട്. എബ്രായർ 9:14 ഞാൻ മൊത്തം കോട്ട് ചെയ്തിട്ടില്ല. അവിടെ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും കാര്യം പറഞ്ഞിട്ട് ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. നോക്കുക, നിത്യാത്മാവിനാൽ. പരിശുദ്ധാത്മാവിന്റെ പേരാണ് നിത്യാത്മാവ്, എറ്റേണൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആരാണ്? നിത്യനാണ്. നിത്യത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മാത്രം ഗുണവിശേഷണമാണ്, അല്ലെ, ഗുണലക്ഷണമാണ്. പരിശുദ്ധാത്മാവ് നിത്യനായതുകൊണ്ട് തീർന്നില്ല. ഞാൻ ബ്രാക്കറ്റിലുണ്ട് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സി ആക്സ് കണ്ടോ, ലാസ്റ്റ് ലൈൻ 12-ാം പേജിന്റെ ഏറ്റവും ഒടുവിൽ സി ആക്സ് 16:7. അവിടെ നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവിന് കൊടുത്ത മറ്റൊരു പേര് യേശുവിന്റെ ആത്മാവെന്ന്. വേണമെങ്കിൽ എഴുതി ചേർത്തുകൊള്ളുക, യേശുവിന്റെ ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:7. ഫിലിപ്പിയർ 1:19 യേശു ക്രിസ്തുവിന്റെ ആത്മാവ്. യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണെന്നും കണ്ടു. തീർന്നില്ല, യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ്, യേശുവിന്റെ ആത്മാവാണ്. ഗലാത്യർ 4:6 സ്വപുത്രന്റെ ആത്മാവ്. ഇപ്പോൾ ഈ പേരുകളെല്ലാം പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് മാത്രം അല്ല, തൃത്വത്തിലെ ആ തുല്യതയും കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് മാത്രമല്ല, പുത്രന്റെ ആത്മാവും കൂടെയാണ്. ഇതെല്ലാം എങ്ങനെ ശരിയാകും? ഇത് ശരിയാകാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവം ത്രിയേകനാകണം. വാസ്തവത്തിൽ ഈ ത്രിയേകത്വം പഠിച്ചു വരുമ്പോൾ ദൈവം ത്രിയേകനല്ലെങ്കിൽ ദൈവത്തെ ത്രിയേകനാക്കേണ്ട ജോലി നമുക്ക് വരും. ദൈവം ത്രിയേകനല്ലെങ്കിൽ ബൈബിളിലെ പല വാക്യങ്ങളും അർത്ഥമില്ലാത്തതായി തീരും. അടുത്ത പേജ്, അവസാനത്തെ പേജ്, ലൂക്കോസ് 1:35 ഓംനിപൊട്ടൻസ്, സർവശക്തി. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം, അത് ക്രിസ്തോജിയിൽ വരുന്നതാണ്.
എങ്ങനെയാണ് ക്രിസ്തുവിനൊരു മനുഷ്യത്വം കിട്ടിയത്? എവിടെ നിന്ന് കിട്ടി ഈ മനുഷ്യത്വം? മറിയയിൽ നിന്ന് കിട്ടിയതാണ്. എവിടെ നിന്നാണ് ഈ മനുഷ്യത്വം കിട്ടിയത്? മറിയ മാതാവായിരുന്നു, അത് ശരിയാണ്, യേശുവിൻ്റെ മാതാവ്, ദൈവമാതാവല്ല, യേശുവിൻ്റെ മാതാവ്. എന്നാൽ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് അത്ഭുതകരമായി പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതാണ് അറിയണം. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ് കുഴപ്പം? യേശുക്രിസ്തുവിന് മറിയയിൽ നിന്ന് പാപ സ്വഭാവവും കിട്ടും. അതുകൊണ്ടാണ് കത്തോലിക്കർ വളരെ ബുദ്ധിമുട്ടി മറിയയും കൂടെ എന്താക്കി? അമലോത്ഭവയാക്കി, അല്ലേ? മറിയയ്ക്ക് പാപമില്ലായിരുന്നു. എങ്ങനെ സാധിക്കും? മറിയയ്ക്ക് പാപമില്ലെങ്കിൽ മറിയയുടെ പിതാവിനും പാപമില്ലെന്ന് പറയേണ്ടതായിട്ട് മനസ്സിലായോ? ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗം അത് തെറ്റാണ്. അതിന് ഉത്തരം ഇവിടെ തന്നെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഈ മനുഷ്യത്വം കർത്താവിന് കിട്ടിയത്? അത് പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട പാപരഹിത മനുഷ്യത്വമാണ്. ആ ശിശു വളരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും, ആഹാരവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറിയയിൽ നിന്ന് കിട്ടി. എന്നാൽ മനുഷ്യത്വം മറിയയിൽ നിന്ന് കിട്ടിയതല്ല എന്ന് നാം തിരിച്ചറിയണം. എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഫാദർ ഓഫ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. ഹ്യൂമാനിറ്റി, ആ മനുഷ്യത്വത്തിന്റെ പിതാവ് ആരാണ്? ദൈവം തന്നെയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് ദൈവപുത്രൻ, ശ്രദ്ധിക്കുക, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആദ്യം പറയുന്നു പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാൽ ജനിച്ച പുത്രനെ ദൈവപുത്രൻ എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആരായിരിക്കണം? ദൈവമായിരിക്കണം. ആ ദൈവത്വം ഞാൻ അടിവരയിട്ടില്ല, അല്ലെങ്കിൽ അതും കൂടെ അടിവരയിട്ടും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പറയാം മതി. അടുത്ത വാക്യം 1 കൊരിന്ത്യർ 2:10. അവിടെ എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്? നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? റോമർ 11:31 ആ ദൈവത്തിന്റെ ജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് പൗലോസ് പറയുന്നുണ്ട്. അതിൻ്റെ ആഴങ്ങൾ ആർക്ക് ആരായാൻ കഴിയും? അവനെ മന്ത്രിയായിരുന്നവനാ എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ ആഴങ്ങൾ എന്ന് പറയുന്നത് ദൈവജ്ഞാനത്തിന്റെ ആഴമാണ്. അത് സെർച്ച് ചെയ്യുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ആൻ എറ്റേണൽ റിസർച്ചർ എന്ന് പറയാറുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആഴങ്ങൾ പരിശോധിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് ആര്? പരിശുദ്ധാത്മാവ്. കാരണം താൻ സർവജ്ഞാനിയാണ്. അപ്പോൾ സർവജ്ഞാനമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് 1 കൊരിന്ത്യർ 6:19 ഓംനി പ്രസൻസ്, ദൈവത്തിന് ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസിയിലും പരിശുദ്ധാത്മാവ് ഒരേ സമയം വസിക്കുന്നു. അതെങ്ങനെ സാധിക്കും? അത് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആരായിരിക്കണം? സർവ്വവ്യാപിയായിരിക്കണം. ഓരോ വിശ്വാസിലുമുണ്ട്. 1 കൊരിന്ത്യർ 3:16 അവിടെ പറയുന്നുണ്ട്. അവിടെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് സഭയെ മൊത്തമായിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് സഭയിലും വസിക്കുന്നു, ഓരോ വിശ്വാസിയിലും വസിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തെളിവുകൾ തീർന്നു. ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ് ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ത്രിയേകത്വം, ട്രിനിറ്റി അല്ലെങ്കിൽ ട്രൈ യൂണിറ്റി എന്നത് ത്രിമൂർത്തികളുടെ സംഘം, ട്രയാഡ് അല്ല. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞു, എവിടെയെങ്കിലും 3ന്റെ ഒരു ഗ്രൂപ്പ് കണ്ടാൽ ഉടനെ അതിന് ട്രിനിറ്റി എന്ന് പറയരുത്. അത് തെറ്റാണ്. ട്രിനിറ്റിക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ സത്യത്തിൽ ഒരൊറ്റ എക്സാമ്പിൾ പോലും ഈ പ്രപഞ്ചത്തിലില്ല. നമ്മൾ മനസ്സിലാകാൻ ചിലതൊക്കെ പറയുന്നു എന്ന് മാത്രം. അതൊക്കെ സംഘമാണ്. പിന്നെ ത്രിമൂർത്തികളുടെ സംഘം, ട്രയാഡോ 3 ദൈവങ്ങളുടെ കൂട്ടായ്മയോ അല്ല. മോർമോൺസ് ആണെന്ന് തോന്നുന്നു. അവർ ട്രൈത്തീസത്തിൽ വിശ്വസിക്കുന്നവരെ. അവർ ഈ പരിശുദ്ധാത്മാവും പുത്രനും ഒക്കെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത്. അവർ ചിന്തിക്കുന്ന 3 ദൈവങ്ങളുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് ട്രൈത്തീസം. അങ്ങനെയുമല്ല. ദൈവം ഒരുവൻ, ദൈവത്തിന്റെ ഏകത്വത്തിൽ ഒരു ബഹുത്വം ഉണ്ടെന്ന് മാത്രം. ഞാൻ വലിയ കുറേ കാര്യങ്ങൾ ഒറ്റ വായത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ട്രയാഡല്ല, ട്രൈത്തീസം അല്ല. മോഡലിസം എന്ന ദുരുപദേശം പഠിപ്പിക്കുന്നത് പോലെ ഒരു ദൈവം തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ഭാവങ്ങളിൽ
പല സമയങ്ങളിൽ പ്രത്യക്ഷനാകുന്നതും അല്ല. അങ്ങനെ ഒരു തെറ്റായ ടീച്ചിങ് ഉണ്ട്. ഒരു ദൈവമുണ്ട്. ഉണ്ട്, അങ്ങനെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവർ പറയും ദൈവം ഒന്നേ ഉള്ളൂ, ശരിയാണ്. പക്ഷെ ദൈവം ചില സമയത്ത് പിതാവായിട്ട് പ്രത്യക്ഷനാകും, മറ്റു ചില സമയത്ത് കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പുത്രനായിട്ട് പ്രത്യക്ഷനായി, ഇപ്പോൾ പരിശുദ്ധാത്മാവായിട്ട് മാത്രം സ്ഥിതിയാണ്. അതും തെറ്റാണ്. നമ്മൾ യോഹന്നാൻ 3:16-17 കണ്ടല്ലോ, പുത്രൻ സ്നാനപ്പെട്ടപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, പിതാവ് സംസാരിച്ചു. അവർ മൂന്നും വ്യത്യസ്തമായ ഐഡന്റിറ്റിയും പേഴ്സണാലിറ്റിയും ഉള്ളവരാണ്. പിന്നെന്താണ് കൺക്ലൂഷൻ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് ദൈവീക വ്യക്തികളുടെ ഡിവൈൻ പേഴ്സൺസ് അവിഭാജ്യമായ ഏകത്വം, അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇൻഡിവിസിബിൾ യൂണിറ്റി, ഏകത്വമാണ് ത്രിയേകത്വം, അല്ലെങ്കിൽ ട്രിനിറ്റി അല്ലെ ട്രൈയൂണിറ്റി എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. ഈ മൂന്ന് വ്യക്തികളുടെ അവിഭാജ്യമായ ഏകത്വമാണ്. ഞാൻ ഇതിൻ്റെ ഒരു ചരിത്രം, ഹിസ്റ്റോറിക്കൽ ഒരു ഇൻസിഡന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രൈസ്തവ സഭാ ചരിത്രം നോക്കുമ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം, സഭയിൽ ഈ ദുരുപദേശങ്ങൾ വരുമ്പോൾ അക്കാലത്ത് ഈ സഭയുടെ സുന്നഹതോ സിനഡ് കൂടെ, എന്ന് വെച്ചാൽ വലിയൊരു കോൺഫറൻസ് നിശ്ചയിച്ചാൽ മതി, ആ വാക്ക് അധികം പ്രാധാന്യമില്ല. അപ്പോൾ ഈ തൃത്വത്തെക്കുറിച്ചുള്ള ദുരുപദേശം 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് വളരെ ശക്തമായത്. ആ സമയത്താണ് ഈ നിഖ്യാ സുന്നഹദോസ്, പട്ടത്ത സഭകളൊക്കെ അല്ലേ, വിരോധ സഭകളൊക്കെ അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ കൂടിയ ആ സുന്നഹദോസ് വളരെ പ്രധാനമാണ്. കാരണം അന്നാണ് വളരെ കർശനമായിട്ട് തൃത്വം, നമ്മൾ ഈ പഠിപ്പിക്കുന്ന തൃത്വമല്ലാതെ ഉള്ള ഉപദേശങ്ങളെല്ലാം ദുരുപദേശങ്ങളാണെന്ന് ഒരു വലിയ പ്രഖ്യാപനം നടന്നത് നിഖ്യാ സുന്നഹദോസ്. നിഖ്യായിൽ നടന്ന സംഭവം, ഏഷ്യ മൈനറിലാണ് നിഖ്യ. ഓക്കെ, ഞാൻ പറയാൻ വരുന്നത്, അക്കാലത്ത് ഏരിയൂസ് എന്ന് ഇംഗ്ലീഷിലും അരിയൂസ് എന്ന് നമ്മൾ മലയാളത്തിലും പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹമാണ് വാസ്തവത്തിൽ തൃത്വത്തെ വളരെ എതിർത്തത്. അദ്ദേഹം വലിയൊരു വാഗ്മിയുമായിരുന്നു. അപ്പോൾ വലിയൊരു കോൺഫറൻസ് അന്ന് കൂടി, എത്ര പേരാണോ എനിക്കിപ്പോൾ ഓർമ്മയില്ല, അന്നത്തെ ബിഷപ്പുമാരുടെ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ മൂപ്പന്മാരെന്ന് കൂട്ടിയാൽ മതി. ലോകത്തെമ്പാടുമുള്ള എല്ലാവരെയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആരാണെന്ന് അറിയാമല്ലോ, റോമൻ ചക്രവർത്തിയായിരുന്നു. താൻ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ അരിയൂസ് വന്ന് തൻ്റെ വാദങ്ങളൊക്കെ അവതരിപ്പിച്ചു. അവസാനം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പോലും അരിയൂസ് പറയുന്നതാണ് ശരി എന്ന് തോന്നത്തക്ക നിലയിൽ സ്വാധീനിക്കപ്പെട്ടു. ചക്രവർത്തി സ്വാധീനിക്കപ്പെട്ടാൽ പിന്നെ ഒരു രക്ഷയില്ല. ചക്രവർത്തി പറയുന്നതാണ് അന്നത്തെ ഫൈനൽ വേർഡ്. ആ സമയത്താണ് അത്തനേഷ്യസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ്, താൻ വളരെ ചെറുപ്പക്കാരനായിരുന്നു, തനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു ബിഷപ്പ് വഴിയാണ് താൻ തൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ അത്തനേഷ്യസ് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഇതാണ്. അരിയൂസിനോട് ചോദിച്ചു, അരിയൂസ് എല്ലാം പറഞ്ഞു. അരിയൂസിനോട് ചോദിച്ചു, അരിയൂസ്, ദൈവം നിത്യപിതാവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിത്യപിതാവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? അരിയൂസ് പറഞ്ഞു, തീർച്ചയായും ദൈവം നിത്യപിതാവാണ്, അതാർക്കാണ് സംശയം? അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ നിത്യതയിൽ ഈ ദൈവം ആരുടെ പിതാവായിരുന്നു? നിത്യതയിൽ അത് ആരുടെ പിതാവായിരുന്നു? പുത്രനില്ലാതെ പിതാവില്ലല്ലോ. നിത്യത എന്ന് വെച്ചാൽ കഴിഞ്ഞ കാല നിത്യത്തിൽ, മനുഷ്യനെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആരുടെ പിതാവായിരുന്നു? അരിയൂസിന് ഉത്തരവില്ലാതായിരുന്നു. അപ്പോൾ ദൈവം നിത്യപിതാവാണെന്ന് ഒരാൾ പറഞ്ഞാൽ ഈ ദൈവത്തിന് നിത്യപുത്രനും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, ദൈവം നിത്യസ്നേഹമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും, അതെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ് അല്ലേ, ദൈവം നിത്യസ്നേഹമാണ്. നിത്യതയിൽ ഈ ദൈവം ആരെയാണ് സ്നേഹിച്ചത്? നിത്യതയിൽ ദൈവം ആരെയാണ് സ്നേഹിച്ചത്? നമുക്കറിയാം, ഈ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നോട് പറയാണ്, ഞാൻ സ്നേഹിക്കുന്നു, 2 വാക്കുകൾ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമാണോ? ആണോ? നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കും, എന്ത് ചോദിക്കുന്നു? ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമല്ല. ഉടനെ ചോദ്യം വരും, ആരെ സ്നേഹിക്കുന്നു? അത് ഞാൻ പറയണം അല്ലേ, ഇല്ലെങ്കിൽ അർത്ഥമില്ല. അപ്പം ദൈവം സ്നേഹമാണ്. ദൈവം ആരെയാണ് സ്നേഹിച്ചത്? ദൈവം നിത്യനാണ്. ദൈവം നിത്യസ്നേഹമാകണമെങ്കിൽ നിത്യതയിൽ സ്നേഹിക്കുവാൻ ആളുകൾ വേണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും വേണം. അതാ നിത്യപുത്രനെയാണ് സ്നേഹിച്ചത്. ഇനി ഫിലോസഫിക്കലായിട്ട് പറഞ്ഞാൽ, തത്വചിന്താപരമായിട്ട് പറഞ്ഞാൽ,
ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തി വേണം, സ്നേഹം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയും വേണം, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ഇത് പകരുന്ന ഒരു മീഡിയം, ഒരു മാധ്യമം കൂടെ വേണം. ഇതെല്ലാം തൃത്വത്തിലെ ശരിയാകുള്ളൂ. പിതാവ് സ്നേഹം കൊടുക്കുന്നവൻ, പരിശുദ്ധാത്മാവ് അതിൻ്റെ മീഡിയം അല്ലെങ്കിൽ മാധ്യമം, പുത്രൻ സ്വീകരിക്കുന്നവൻ. അപ്പോൾ ഈ നിത്യസ്നേഹത്താലാണ് തൃത്വത്തിലെ 3 വ്യക്തികളും നിത്യതയിലെ ബന്ധിക്കപ്പെട്ടിരുന്നത്. ആ സ്നേഹം പ്രദർശിപ്പിക്കാനാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ പിന്നെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വാചകം പറഞ്ഞു, ദൈവം ത്രിയേകനല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന പല ഗുണലക്ഷണങ്ങളും അർത്ഥമില്ലാത്തതായി തീരും. ദൈവത്തിൻ്റെ സ്നേഹം ഇത് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ യുക്തി അനുസരിച്ച് പറഞ്ഞാൽ പോലും ദൈവം ത്രിയേകനായെങ്കിലേ പറ്റുകയുള്ളൂ. എന്നാൽ ബൈബിൾ പറയുന്നത് വ്യക്തമായിട്ട് ദൈവം ത്രിയേകനാണ്. നമ്മളെത്രയോ ഭാഗ്യവാന്മാരാണ് ഈ സത്യം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും ഈ ത്രിയേക ദൈവത്തെ ആരാധിപ്പാനും അനുസരിപ്പാനും ഭാഗ്യം ലഭിച്ച നാം ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്, ധന്യരാണ്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്നുള്ള വലിയ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. എത്ര ലളിതമായി പറയാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ബോൾ നിങ്ങളുടെ കോർട്ടിലാണ്. ഈ നോട്ട്സ് ഇന്നുകൊണ്ട് കളഞ്ഞ് കളയരുത്, ആക്രിക്കൊന്ന് കൊടുത്ത് കളയരുത്. ആക്രി വായിച്ചിട്ട് മനസ്സിലാക്കിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ ബൈബിളിൽ തന്നെ വെക്കുക, വീട്ടിൽ സൂക്ഷിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക, മനസ്സിലാക്കുക. സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ എഴുതിയിട്ടില്ലെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ മഹത്തായ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് ത്രിയേക ദൈവത്തെ ആരാധിച്ച് സ്നേഹിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇന്ന് കാട്ടി ചെറിയ ആലോചന മുഖാന്തരം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടും, വിശേഷാൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് സ്ഥലം സഭയോടുമുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.